ഇന്ത്യ മുന്നണിക്കകത്ത് തന്നെ നിരവധിയായ പുഴുക്കുത്തുകൾ ഉണ്ട്. അവർ കോൺഗ്രസിനെ അടച്ചാക്ഷേപിക്കുന്നു. കോൺഗ്രസ് നേതൃത്വം നൽകാൻ പാടില്ല എന്ന് പറയുന്നു. ഒടുവിൽ കോൺഗ്രസിനെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ. ആം ആദ്മി പാർട്ടി ഉൾപ്പെടെയുള്ളവർ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് സ്വയം പണി വാങ്ങിക്കൂട്ടിയവരാണ്. BJPയുടെ ക്രൂര വിനോദമായി ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കലാപരിപാടികളും അവരുടെ നിരവധിയായ കേന്ദ്രത്തിന്റെ നിർദ്ദേശമനുസരിച്ച് കളിപ്പാവുകളെ പോലെ ആടിത്തിമർക്കുന്ന ഉദ്യോഗസ്ഥരെയുമാണ് കാണുന്നതെന്ന് വളരെ വ്യക്തം. എന്നിട്ടും പാഠം പഠിക്കാത്തവർ നിരവധിയാണ്. ലോക്സഭാ ഡീലിമിറ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടികളെ ചൊല്ലി ഇന്ത്യ മുന്നണിയിൽ തർക്കം രൂക്ഷമാക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിക്കുന്നത് നിലവിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമേ ആകാൻ യോഗ്യതയില്ലാത്ത ഇടതു മുന്നണിയും ആം ആദ്മിയും ചേർന്നാണ്. വാസ്തവത്തിൽ ഇവർ ഇല്ലെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കയറി പറ്റിയാണ് ഇവർ കുറച്ചെങ്കിലും നേട്ടം നേടിയെടുത്ത് ഇപ്പോഴും സജീവ രാഷ്ട്രീയത്തിൽ ഉള്ളത് എന്നതാണ് വ്യക്തം. ഉദാഹരണം, CPIയുടെ രാജ്യസഭാ കക്ഷി നേതാവ് സന്തോഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ വ്യക്തതയില്ല. കോൺഗ്രസ് കൃത്യമായും സ്റ്റാലിൻ മാർച്ച് മാസം 22-ാം തീയതി വിളിച്ചു ചേർക്കുന്ന അടിയന്തര യോഗം, അതും ഡീലിമിറ്റേഷൻ നടപടിക്രമവുമായി ബന്ധപ്പെട്ട യോഗത്തിൽ എന്തുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും കോൺഗ്രസിന്റെ 2 മുഖ്യമന്ത്രിമാർ മാത്രമേ പങ്കെടുക്കുന്നുള്ളൂ എന്നതായത്. അതായത് കർണാടക മുഖ്യമന്ത്രിയായ സിദ്ധരാമയ്യയും തെലങ്കാന മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുമാണ് ഇത്തരത്തിൽ സ്റ്റാലിൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ പങ്കുചേരുന്നത്. അതെന്താ? അവർ കോൺഗ്രസിന്റെ നേതാക്കളല്ലേ? അവർ കോൺഗ്രസിന്റെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരല്ലേ? തെറ്റിദ്ധാരണാജനകമായി ഇന്ത്യ മുന്നണി പിളരുന്നു. ഇന്ത്യ മുന്നണിക്ക് ഒരു രീതിയിലുള്ള ശേഷിയുമില്ല. പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെടുന്നു. ഇത്തരത്തിൽ വലിയ തോതിൽ കുളം കലക്കി മീൻ പിടിക്കാൻ ശ്രമിക്കുന്നത് ഇടതു പാർട്ടികളാണ്. ഇടതു പാർട്ടികളുടെ ഏറ്റവും പ്രസരിപ്പുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും അവർ കോൺഗ്രസിനെ അള്ളുവെക്കാൻ ഒടുവിൽ ശ്രമിച്ചതാണ് വലിയ പരാജയത്തിലേക്ക് പോയത്. ഇന്ന് ഇന്ത്യയിൽ ഇടതു മുന്നണി കോൺഗ്രസിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളെയോ ആശ്രയിച്ചാണ് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ 2 or 3 സീറ്റുകൾ തട്ടിക്കൊള്ളിക്കുന്നത്. അതിൽ 2 സീറ്റുകൾ CPIക്ക് ഉള്ളത്, 2ഉം തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിന്റെ കടാക്ഷത്തിൽ ലഭിച്ചതാണ്. എന്നിട്ടാണ് സ്റ്റാലിനെ അള്ളുവെക്കാൻ, കോൺഗ്രസും സ്റ്റാലിനും തമ്മിൽ സൗഹൃദമല്ല എന്ന് അള്ളുവെക്കാൻ ശ്രമിക്കുന്നത്. ഇടതു മുന്നണിക്ക് കൃത്യമായ പണി കൊടുത്തുകൊണ്ട് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഇടതു മുന്നണിക്ക് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് നൽകില്ല എന്ന് കട്ടായം പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി.